നമസ്കാരം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആലപ്പി രംഗനാഥ് തുടങ്ങി വച്ച ഒരു ഓണത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, അതായത് ആലപ്പി രംഗനാഥാണ് ഈ ഓണത്തിൻ്റെ പാട്ടുകൾ തരംഗിണിയിലൂടെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അതായത് ആലപ്പി രംഗനാഥ് എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ നമുക്ക് തന്നിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരുന്നു ഈ ഓണപ്പാട്ടുകൾ, ദാസേട്ടൻ പാടിയ ഓണപ്പാട്ടുകൾ. അപ്പോൾ അതിനെ തുടർന്ന് കുറച്ച് സംഗീത സംവിധായകർ വന്ന് പാട്ടുകൾ ചെയ്യുകയും നമ്മളെ സന്തോഷിപ്പിക്കുകയും നമുക്ക് ഓരോ ഓണം സീസണുകൾ നമുക്ക് വളരെയധികം ഉത്സവ പ്രതീതി ഉണർത്തുകയും ചെയ്തിട്ടുള്ള ഒരു കാലമാണിത്. അങ്ങനെ ഒരു മനോഹരമായ സംഗീത സമാഹാരമാണ് ഉത്സവഗാനങ്ങളിലെ വോളിയം 2 1984 പുറത്തിറങ്ങിയ ഈ ആൽബത്തിന് സംഗീതമൊരുക്കിയത് ഇദ്ദേഹം തന്നെയാണ്, ആലപ്പി രംഗനാഥ് തന്നെയാണ്. വി മധുസൂദനൻ നായരാണ് ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. മലയാളത്തിലെ പ്രിയപ്പെട്ട ഗായകൻ ദാസേട്ടൻ തന്നെയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ചിത്ര എം ദാസേട്ടനൊപ്പം പാടിയിട്ടുണ്ട്. നമുക്ക് പാട്ടിലേക്ക് പോകാം. ചിങ്ങക്കാറ്റേ ചിന്തുപാടും കാറ്റേ, ചിങ്ങക്കാറ്റേ ചിന്തുപാടും കാറ്റേ, ഇളനീലക്കാറ്റിൻ്റെ ചിറ്റോളത്തിൽ നീ, ഇളനീലക്കാറ്റിൻ്റെ ചിറ്റോളത്തിൽ നീ, പഞ്ചാരി താളം തുള്ളുമ്പോ തുള്ളാത്തിരയുണ്ടോ, തുളുമ്പാക്കുടമുണ്ടോ, ഓളം പോലോരോരം തുഴയാക്കൈയുണ്ടോ. അടുത്ത പാട്ട്. ശ്രാവണ ചന്ദ്രിക തന്തിയിൽ എൻ്റെ ശാരിക പാടുന്ന ഗാനം, ശ്രാവണ ചന്ദ്രിക തന്ത്രിയിൽ എൻ്റെ ശാരിക പാടുന്ന ഗാനം, സുസ്മിത മല്ലിക വല്ലിയിൽ എൻ്റെ പാമിനിയാടുന്ന താളം, ശ്രാവണ ചന്ദ്രിക തന്ത്രിയിൽ എൻ്റെ. വളരെ നല്ലൊരു റൊമാൻറ്റിക് സോങ് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. നമ്മൾ അറിയാതെ തന്നെ പഴയ ഓണക്കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് കടന്നു ചെല്ലാൻ പാകത്തിനുള്ള വളരെ മനോഹരമായ ഒരു റൊമാൻറ്റിക് സോങ് ആണിത്. അത്തം പൊന്നത്തം പെൺപൂവേ നിൻ ചുണ്ടിൽ തത്തും ചിരിയെങ്ങും കളയല്ലേ, ഉള്ളിൽ തുള്ളും തേനെങ്ങും തൂവല്ലേ, അത്തം പൊന്നത്തം പെൺപൂവേ നിൻ ചുണ്ടിൽ തത്തും ചിരിയെങ്ങും കളയല്ലേ, ഉള്ളിൽ തെങ്ങും തേനെങ്ങും തൂവല്ലേ. ആവണിപ്പക്ഷി കൊണ്ടുവരൂ ഇന്നാരും തേടുന്ന രാഗത്തൂമുത്ത്, ആവണിപ്പക്ഷി കൊണ്ടുവരൂ ഇന്നാരും തേടുന്ന രാഗത്തൂമുത്ത്, മാനുഷരെല്ലാം ഒന്നെന്ന ഭാവന, ഒന്നെന്ന ഭാവന, ആരും കാണാമുത്ത്, ആവണിപ്പക്ഷി കൊണ്ടുവരൂ ഇന്നാരും തേടുന്ന രാഗത്തൂമുത്ത്. വളരെയധികം ജനപ്രീതി ആർജിക്കാൻ ഈ പാട്ടിന് സാധിച്ചില്ലെങ്കിലും നല്ല പാട്ടാണ്. അടുത്ത പാട്ട് എസ് ജാനകി ദേവിയും ചിത്രയും കൂടി പാടിയ പാട്ടാണ്. അന്നലിട്ട പൊന്നു ഞാൻ കന്നിത്തുമ്പിയാടാൻ വാ, ഇന്നുണർന്ന ചിത്തിരപ്പൂവിൻ. നമ്മളിതുവരെ കേൾക്കാത്തൊരു സ്റ്റൈലിലുള്ള പാട്ടാണത്, കേട്ടിരിക്കേണ്ട പാട്ടുമാണത്. ഈ 2 മനോഹര ശബ്ദങ്ങൾ വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും ഈ പാട്ട് കേട്ടാൽ. അടുത്ത പാട്ട് ഒരു കർണാട്ടിക് ടച്ചുള്ള പാട്ടാണ്. തൃക്കാക്കരയിലെ തിരുവോണത്താമര തൂമിഴി നീർത്തുന്ന നേരം, തൃക്കാക്കരയിലെ തിരുവോണത്താമര തൂമിഴി നീർത്തുന്ന നേരം, തൃക്കാൽ ചിലമ്പും
തിരുമധുഗീതവും തിരപോലുണരും കവിതേ മംഗലേ, തിരപോലുണരും കവിതേ മംഗലേ. മലയാള മനസ്സിൻ്റെ അടിവേരിലുറയുന്ന തിരുവോണക്കഥയൊന്നു പാടൂ. മലയാള മനസ്സിൻ്റെ അടിവേരിലുറയുന്ന തിരുവോണക്കഥയൊന്നു പാടൂ. ഓണത്തിൻ്റെ ഐതിഹ്യവും മലയാളിയുടെ വിശ്വാസങ്ങളും ആഘോഷങ്ങളും തമ്മിൽ വളരെയധികം ഒരു കണക്ഷൻ ഉണ്ട്. അത് ഈ പാട്ടിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും. അടുത്ത പാട്ട് മഹാബലി മഹാബലി മഹാനുഭാവ ശ്രീ മഹാബലി. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു പോകുന്ന ഒരു പാട്ടാണിത്. നിങ്ങൾ എന്തായാലും ഈ പാട്ട് ഇഷ്ടപ്പെടും. അടുത്തത് നർത്തകി എന്ന് പറഞ്ഞൊരു പാട്ടാണ്. ആ പാട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാട്ടാണ്. അതുകൊണ്ട് ദാസേട്ടൻ തന്നെ പാട്ട് പാട്ട് നർത്തകി നിശാപുഷ്പവതി എൻ്റെ മുത്തമിട്ടോപ്പിലേക്ക്. അടുത്ത പാട്ട് പഴയ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു പാട്ടാണ്. ഓർമ്മയിൽ പോലും പൊന്നോണമെപ്പോഴും മധുരമൊരാവേശം, ഇന്നോടിയെത്തുമ്പോളോണ നിലാവേ നിന്നോമന പൈതൽ ഞാൻ, ഇന്നോടിയെത്തുമ്പോളോണ നിലാവേ നിന്നോമന പൈതൽ ഞാൻ. ഓർമ്മയിൽ പോലും പൊന്നോണമെപ്പോഴും മധുരമൊരാവേശം. ഓണക്കോടിയണിഞ്ഞും മണിത്തെന്നലും. ഇത്തരം പാട്ടുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന ചില ഗാനങ്ങൾ കേൾക്കുന്നതിന് ഇതിൻ്റെ സംഗീതം ആസ്വദിക്കാൻ മാത്രമല്ല, ഇതിൻ്റെ വരികളും കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. ഈ ആൽബത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിലൊരു തിരുവാതിരകളി പാട്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഈ ആൽബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഈ കഴിഞ്ഞ ആൽബങ്ങളിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ശ്രീപാദപ്പൂ കൊണ്ട് പൂക്കളം തീർക്കുന്ന മാലിനി മേദിനി വെണ്ണിലാവേ. ഇപ്പം നമ്മൾ ഇത്രയും നാൾ പാടിയ പാട്ടുകളിൽ, ഇത്രയും നാൾ നമ്മൾ സംസാരിച്ച ആൽബങ്ങളിൽ ഒരു പാട്ട് ഞാൻ വിട്ടുപോയത് വളരെ രസകരമായൊരു പാട്ടാണ്. അത് MS വിശ്വനാഥൻ സംഗീത സംവിധാനം ചെയ്ത ആൽബത്തിലെ പാട്ടാണ്. ഏറ്റവും കൂടുതൽ സന്തോഷമോ സങ്കടമോ തോന്നിയൊരു സന്ദർഭമാണ് അത്. അതായത് ഒരാൾ, നമ്മുടെ പ്രേക്ഷകൻ, നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയായിരുന്നു, ഈ പാട്ട് ഉൾപ്പെടുത്താത്തത് എന്താണെന്ന്. ഞാൻ ആ പാട്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു പാട്ട്, ത്രിസന്ധ്യ വിട ചൊല്ലും നേരം തൃശൂർ നടക്കാവിനോരം, ത്രിസന്ധ്യ വിട ചൊല്ലും നേരം തൃശൂർ നടക്കാവിനോരം, മൂന്നോണത്തിന് പുലിക്കളി കാണാൻ മുറപ്പെണ്ണു വന്നെന്നെ കാത്തിരുന്നു, എൻ്റെ മുറപ്പെണ്ണു വന്നെന്നെ കാത്തു നിന്നു. ഇത് വളരെ ടച്ചിങ് ആയിട്ടൊരു പാട്ടാണ്. കാര്യം നമ്മളിപ്പോൾ പറയുമ്പോൾ ഇതിനൊരു കുറച്ച് പൈങ്കിളി പോലെ ഒരു ഫീൽ ഉണ്ടെങ്കിലും ഭയങ്കര ടച്ചിങ് ആയിട്ടൊരു പാട്ടാണ്. MS വിശ്വനാഥ് സാറ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ആൽബത്തിലെ ഏറ്റവും നല്ല പാട്ടാണ്. ബാബു മെഹഫിൽ എന്ന് പറഞ്ഞ ആളാണ് ഈ പാട്ട് എന്നോട് എന്തുകൊണ്ട് വിട്ടുപോയെന്ന് ചോദിച്ചൊരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ വിട്ടുപോയത് തന്നെയാണ്, ക്ഷമിക്കണം, ഇനി മുതൽ ഇത് ആവർത്തിക്കില്ല, ഞാൻ വളരെ ശ്രദ്ധിച്ചോളാം. ഓക്കെ, എന്തായാലും ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു എ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. നാളെ നമുക്ക് വീണ്ടും കാണാം. നാളെ ഓണത്തിൻ്റെ വിഭവങ്ങളോടൊപ്പം പഴയ മലയാള സിനിമയിലെ ഓണപ്പാട്ടുകളും കൂടി നമുക്ക് ആസ്വദിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.